അപ്പോൾ എൻ്റെ എനിക്ക് PCOD ആണെന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് മാരേജ് കഴിഞ്ഞിട്ട് ഒരു 1 ഇയറൊക്കെ കഴിഞ്ഞിട്ടാണ് ത്രൂ സ്കാനിങ്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് PCOD എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനത് ഒരു മേജർ അസുഖം തന്നെയാണ്, എന്തോ ഒരു മാരകമായിട്ടുള്ളൊരു അസുഖമാണ്. അതുവരെ ഒന്നും നമുക്ക് കല്യാണത്തിന് മുന്നേ ഒന്നും ഈ റെഗുലർ പീരീഡ്സ് ഉണ്ടായിരുന്നു, അതിനെ പറ്റിയിട്ടൊന്നും ബോധവേ അറിഞ്ഞില്ല. പീരീഡ്സ് വേണമെങ്കിൽ ആവട്ടെ, അതൊക്കെ ഒരു സന്തോഷം, ഇല്ലെങ്കിൽ അത്ര സന്തോഷം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയായിരുന്നു. ആ ഒരു ടൈമിലൊന്നും ഡോക്ടറൊന്നും കാണാൻ പോയിട്ടില്ല. പക്ഷെ മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് അറിയാലോ, മാരേജ് കഴിഞ്ഞതിന് ശേഷം കുട്ടിയാവാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ആവാതിരിക്കുമ്പോഴാണ് പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ നോക്കി. അതുപോലെ തന്നെ എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായത്. മാരേജ് കഴിഞ്ഞു ഒരു 1 ഇയറൊക്കെ കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോയി. അപ്പോൾ സ്കാനിങ്ങിലൂടെ പറഞ്ഞു എനിക്ക് നല്ല PCOD ആണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് PCOD എന്താണെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. ആ ഒരു ടൈമിൽ ഒരു 2019 ആ ഒരു ടൈമിലൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോയത്. അപ്പോൾ ഡോക്ടർ ഭയങ്കര സീരിയസ് ആയിട്ട് എന്നോട് പറഞ്ഞു, തനിക്ക് PCOD ആണ്, ഇത്തിരി ടഫാണ്. അതേപോലെ ഒരു എക്സ്പ്രഷൻ ഇട്ടു, അതായത് താനൊന്നും ഒരിക്കലും ഇനി പ്രഗ്നൻ്റ് ആവാൻ പോണില്ല എന്നുള്ളൊരു ടൈപ്പിലായിരുന്നു അന്ന് ഡോക്ടർക്ക് ഒരു എക്സ്പ്രഷൻ ഇട്ടത്. ആ ഒരു എക്സ്പ്രഷൻ കണ്ടതിലൂടെ തന്നെ ഞാൻ, നമ്മൾ പറയില്ലേ ഇങ്ങനെ കാറ്റഴിച്ചു വിട്ട ബലൂൺ എന്ന് പറയില്ലേ, അതേപോലെ ആയി. ഞാൻ ആകെ വിഷമിച്ച് ഞാൻ വീട്ടിലൊക്കെ വന്നിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കി എന്താണ് PCOD. അപ്പോഴാണ് മനസ്സിലായത് ഒരു ഹോർമോണൽ ഇംബാലൻസ്, ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം, എന്തൊക്കെയോ കുറേ കൊടുത്തിട്ടുണ്ട്. ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് ആണെന്നൊക്കെയാണ് പറയുന്നത്. അതായത് നമ്മുടെ ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ ഓരോരോ കാര്യങ്ങൾ, കുറേ സംഭവങ്ങൾ അതിനെ പറ്റിയിട്ട് എഴുതി കണ്ടു.